വഴക്കമുത്ത ഭഗവാൻ ക്ഷിപ്രകോപി ദേഷ്യം കയറും. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ദൈവങ്ങൾ സാധനം എങ്ങനെയാണ് നടക്കുവാണ്, ദൈവങ്ങൾക്ക് ഓടുവാണ് എങ്ങനെ. ഇനി ടി വി കണ്ടോ, മഹാഭാരതം കണ്ടോ, അല്ലെങ്കിൽ ജയഹനുമാൻ കണ്ടോ? എങ്ങനെ ദൈവങ്ങൾ എന്ത് പോണേ? പറക്കും. എങ്ങനെയാണ് ദൈവങ്ങൾ പോണേ? എങ്ങനെയാ പറക്കും? വലിയൊരു കാര്യം ചെയ്യും, അപ്രത്യക്ഷമാവും അല്ലെ? അപ്പിയർ ഡിസപ്പിയർ, അപ്രത്യക്ഷമായി. 2 കിലോമീറ്റേഴ്സ് ആണ് തൃക്കാരി കേട്ടുണ്ടാവും. അവിടെ നിന്ന് ഉഗ്രത അവസ്ഥ ആരംഭിച്ചു. ഭഗവാൻ ഇല്ലാത്ത കൈലാസപുരം ശൂന്യമാണെന്ന് മനസ്സിലാക്കിയ പാർവതി ദേവി, ഈ ഭഗവാൻ ഭൂതനാഥന, ഭൂതങ്ങൾ ഹെഡ് നമുക്കറിയാം, ഈ ഭൂതങ്ങളെല്ലാം വിളിച്ചുകൂട്ടി എല്ലാം ഹാജരായി. എത്രയും പെട്ടെന്ന് സഡൻലി ഭഗവാനെ ഈ തൃക്കാരിയിൽ കൈലാസിക്ക് എത്തിക്കുക ദേവിയുടെ ഓർഡറാണ്. കേൾക്കാരിയുമില്ല, അവരിങ്ങ് പോകുന്നു. പക്ഷെ അവർക്കറിയാം ഭഗവാനെ മടക്കിക്കൊണ്ടുപോക്ക് നടക്കില്ല. ക്ഷിപ്രകോപിയ ദേഷ്യപ്പെട്ട ഭഗവാൻ ഒരു കോപം അറിയാവോ? എന്നാ ദേഷ്യപ്പെട്ട കോപം? തൃക്കണ്ട കത്തിച്ചാമ്പലാകൾ ഇനി കൊണ്ട് ചെന്നില്ലെങ്കിലോ അത് പ്രശ്നമാ. എന്നാ പ്രശ്നം? ഈ ഭഗവാനെ കല്യാണം കുടിച്ചില്ലയോ, കല്യാണം കൂടി ചെന്നില്ലേ അവസ്ഥ എന്നാ? പാർവതി ഏറ്റവും ഇല്ല. അപ്പൊ തൃശങ്ക് സ്വർഗഭൂതങ്ങൾക്ക് അവർക്ക് അങ്ങോട്ടും പോകുമ്പോൾ ഇങ്ങോട്ടും പോകുമ്പോൾ ആലോചിച്ച് ഒരു ഐഡിയ കിട്ടി. നോക്കണേ, വീതിയുള്ള പെരിയാറ് താഴേക്കുള്ളതാണ്. ഈ പെരിയാറിന് കുറുകെ ഡാം കെട്ടുക, ചിറ കെട്ടുക. നോക്കി നിങ്ങൾ ഒരേ കല്ലാണ്ടോ നോക്ക്, ഒരേ പാറയില്ല, ഒറ്റ കഷ്ണം ഒരേ പാറകളുണ്ടോ? ഒറ്റ പാറയിലുണ്ടോ? ഈ കല്ല് കെട്ടി നോക്കണേ, ആ കണ്ട ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് നോക്കുന്നത് എന്നാ നോക്കട്ടെ. ആ ഗ്യാപ്പ് മൂടിക്കഴിഞ്ഞാൽ, ഫില്ല് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ പൊങ്ങും. വെള്ളം പൊങ്ങിയാൽ ഭഗവാൻ തൃക്കാര് വെള്ളം കയറി മുങ്ങും. തപസ്സൊക്കെ അവസാനിച്ച് കൈലാസയ്ക്ക് പൊക്കും എന്നാണ് ഭൂതങ്ങൾ കരുതിയെ. കെട്ടാൻ തീരുമാനിച്ചു. കെട്ടുന്നതിന് പ്രത്യേകത, രാത്രി മാത്രമേ ഇവർക്ക് ശക്തിയുള്ളൂ, പകരം ശക്തിയില്ല. രാത്രി ഭൂതങ്ങൾ ഒരു കല്ല് കെട്ടി അക്കരയ്ക്ക് കെട്ടി. ആ കാരണം ഗ്യാപ്പ് മുകളിലേക്ക് മുമ്പ് തന്നെ. കാര്യം നമ്മുടെ ദൈവം ദേഷ്യപ്പെട്ടേക്ക് പോന്നേക്കണേ. എങ്കിലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ അവസ്ഥ എന്നറിയാൻ വേണ്ടി ഭഗവാൻ ദിവദൃഷ്ടി കൈലാസേക്ക് നോക്കി. കണ്ട കാഴ്ച എന്നാ? ദേവി ഭൂതങ്ങൾ വിട്ടേക്കണം, ഭൂതങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കുന്നു. ആ ഗ്യാപ്പോട് കിട്ടിയാൽ അദ്ദേഹം എനിക്ക് തൃക്കാരി വെള്ളം കയറി മുങ്ങും. അത് മനസ്സിലാക്കിയ ഭഗവാൻ ഇവിടെ തന്നെ ഷേപ്പ് മാറി, രൂപം മാറി. എന്റെ ഒരു കോഴിയായിട്ട്, ഒരു കോഴിപ്പൂനായിട്ടൊന്ന് കൂവി. സാധാരണ ഞാൻ കരുതുക ഈ സാധാരണ കോഴി എന്ത് സംഭവിക്കും? നേരം വിളിത്താലോ ശക്തി പോയി. ഇപ്പൊ കോഴി കൂവി നേരം വിളിക്കാറായി, നമ്മുടെ ശക്തി ക്ഷയിക്കാറായി. നമുക്ക് ഈ പണി ഇവിടെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് ഭൂതങ്ങളെല്ലാം കൂടി പരിപാടി അവിടെ അവസാനിപ്പിച്ചു. അവർ മടങ്ങിപ്പോകുന്നു. അങ്ങനെ ശരിക്കും ഭൂതത്തമാര് കെട്ടുകൊണ്ട് ഭൂതത്താൻ കെട്ട് എന്ന് പറയുന്ന കഥ പറഞ്ഞേ. ശ്രദ്ധിക്കുക, ഇതൊരു കഥയാണ്. ചോദ്യം പാടാൻ നിങ്ങളാരും ചോദിച്ചില്ല. കോളേജിലേക്ക് ജഡ സംഭവിച്ചു. പിറ്റേ ദിവസം കേട്ട സ്ട്രൈക്ക് ആയിരുന്നോ? അല്ലല്ല, യൂണിവേഴ്സ് ഉണ്ടായോ ചോദിച്ചാൽ കഥയാണ് ചോദ്യം പറഞ്ഞ പ്രതി പറയാണ്. കഥ വേറെ ചരിത്രം വരെ. ശ്രദ്ധിക്കുക,